ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരു പാലക്കാടൻ കായ്ച്ചാറാണ് കേട്ടോ. അതായത് നമ്മുടെ പാലക്കാട് സൈഡ് എല്ലാവരും മിക്ക ആൾക്കാരും ബിരിയാണിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല നല്ല റെസിപ്പിയാണ് കേട്ടോ. ഇത് എല്ലാവരും ഇത് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാ നമ്മൾ എടുത്തിരിക്കുന്നത് എല്ലാം ചതച്ചതാണ് കേട്ടോ. അതായത് ഇഞ്ചി ഒരു വലിയ കഷ്ണം 2 പിന്നെ വെളുത്തുള്ളി ഒരു 2 പിന്നെ ഒരു 10 പച്ചമുളക്. നമ്മൾ എരിവ് മൊത്തം പച്ചമുളകാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചെറിയുള്ളി ഒരു 10 പിന്നെ കുറച്ച് മല്ലിയില എടുക്കുക, പിന്നെ തക്കാളി ഒരു 4 എടുക്കുക, കറിവേപ്പില എടുക്കുക, അതുപോലെ തന്നെ ഒരു ഫുൾ തേങ്ങ എടുക്കുക, പിന്നെ പരിപ്പ് നമ്മൾ വേവിച്ചെടുത്തതാണ്, പിന്നെ ഉലുവ, ജീരകം, പിന്നെ കടുക്, പിന്നെ എടുത്തിരിക്കുന്നത് നമ്മൾ മട്ടൻ്റെ കൊഴുപ്പ് മാത്രം കേട്ടോ. അതൊരു കുറച്ച് എടുക്കുക. നമ്മൾ മട്ടൻ വാങ്ങുമ്പോഴൊക്കെ കൊഴുപ്പ് മാറ്റി വെച്ചിട്ട് അതിലുണ്ടാക്കുക. പിന്നെ വെജിറ്റബിൾസ് മുരിങ്ങ, വഴുതനങ്ങ, കുമ്പളങ്ങ, വാഴയ്ക്ക, ഇനി മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടോളൂ കേട്ടോ. ഇനി നമ്മളിതാ കുക്കറിലാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ഇതാ കുക്കർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഓർ ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. ഇനി കടുക് നന്നായിട്ട് പൊട്ടട്ടെ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ജീരകവും അതുപോലെ തന്നെ ഉലുവയും കൂടിയിട്ട് മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് അതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ആദ്യം ചെറിയുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറിയുള്ളി ഒരു 10 അത് ചതച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒരു ബ്രൗൺ കളറാണ് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുമല്ലോ. പിന്നെ നമ്മളിതാ ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കറിക്ക് അനുസരിച്ചിട്ട് എരിവിനനുസരിച്ചിട്ട്, അതുപോലെ തന്നെ കറി കൂടുതലാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഇട്ടോളൂ. നമ്മളിപ്പോൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ അതൊരു 10 ഇട്ട് കൊടുത്തിരിക്കുന്നത് ചതച്ചത്, പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഇതാ ഇഞ്ചി ചതച്ചത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതാ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല ബ്രൗണിഷ് കളറാവണം. തക്കാളിയൊക്കെ നല്ല ജ്യൂസി ആവണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതാ നമ്മൾ ഗരം മസാല പൗഡർ കേട്ടോ. ഗരം മസാല പൗഡർ ഒരു സ്പൂണ്, ടേബിൾ സ്പൂണല്ല, ഒരു സ്പൂണ് ഗരം മസാല പൗഡർ ഇട്ടിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണുള്ളൂ, അധികം എരിവൊന്നും വേണ്ട. പച്ചമുളക് നിറയെ ചേർത്തുകൊണ്ടാണ്. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആ വെജിറ്റബിൾസ് കുമ്പളങ്ങ, വഴുതിനിങ്ങ, അതുപോലെ തന്നെ മുരിങ്ങക്കായ്, മാങ്ങ, അങ്ങനെ വെജിറ്റബിൾസ് നമ്മൾ ഏതാണോ എടുത്ത് അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. വഴുതിനിങ്ങ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആ മട്ടൻ്റെ കൊഴുപ്പ് ഇട്ടിട്ട് ഈ ഇതിൽ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതാണ്ടോ നമ്മൾ എല്ലാം ഇട്ടിട്ടുണ്ട്. വഴുതിനിങ്ങ, ഉരുളക്കിഴങ്ങ്, മുരിങ്ങക്കായ്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കുക. നമ്മളിത് ആ കൊഴുപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ വഴറ്റുമ്പോൾ തന്നെ കുമ്പളങ്ങ ഇടുമ്പോൾ തന്നെ കൊഴുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അത് വഴറ്റിയെടുക്കുക കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതുണ്ടോ അപ്പോൾ അതങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല മണമൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഇതിൽ കൊഴുപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് കാണിക്കാൻ വിട്ടുപോയി, അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മളിതാ അപ്പുറത്ത് നമ്മൾ വെള്ളം ചൂടാക്കിയതാണ് കേട്ടോ, അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മളിതാ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ആവുമല്ലോ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. വിസിൽ വെക്കരുതേ, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാനാണ്. വിസിൽ വെക്കണ്ട, കുക്കർ ആയതുകൊണ്ട് വിസിൽ വെക്കണം പറഞ്ഞിട്ട് വെക്കണ്ട. ഇത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നല്ല മണമൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഉപ്പില്ലെങ്കിൽ ഒന്ന് ഇപ്പോൾ ഇട്ട് കൊടുത്തോളൂ. നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ വേവിക്കുകയാണ് കേട്ടോ. ഇനി നമ്മളിതാ തേങ്ങ എടുത്തിട്ടുണ്ട്, അതൊന്ന് നമുക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം.
ഇതാ നമ്മളിത് അരച്ചിട്ട് നന്നായിട്ട് സാധാ കറിയിലൊക്കെ അരക്കണ പോലെ അരച്ചെടുത്തോളൂ കേട്ടോ. അത് നമ്മുടെ ഇതപ്പോൾ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിലോട്ട് നമ്മളിത് ആ തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. മട്ടൻ്റെ കൊഴുപ്പ് ജസ്റ്റ് ഇടണുള്ളൂ. അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മണവും കൂടി കിട്ടുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ. എന്നിട്ട് ഇതാ പരിപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് കൈപ്പുളി കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇപ്പോഴാണ് കേട്ടോ പരിപ്പ് ചേർക്കുന്നത്, കാരണം അത് വെന്ത പരിപ്പായതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. കുറച്ച് കൈപ്പുളി ഒഴിച്ചാൽ മതി കേട്ടോ, നന്നായിട്ടൊന്നും ഒഴിക്കണ്ട, ജസ്റ്റ് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിപ്പോൾ ഉപ്പൊക്കെ പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതാ കുറച്ച് ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട്, അപ്പോൾ നമ്മളിതാ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം നമ്മൾ തിക്നെസ് ഉണ്ടാവും കേട്ടോ, കാരണം നല്ല വെള്ളം ഒഴിച്ചിട്ടൊന്നും അല്ലല്ലോ. അപ്പം ചെറിയൊരു തിക്നെസ്സൊക്കെ വേണം കേട്ടോ ഈ കറിക്ക്. ബിരിയാണിക്കും നെയ്ച്ചോറിനും ദോശ ഇഡ്ഡലി ഇതിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക, ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഈ തള വരുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മണമൊക്കെ കിട്ടുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാകും. കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ചെറുതായിട്ടൊന്ന് ഗരം മസാല പൗഡർ ചെറുതായിട്ടൊന്ന് തൂളി കൊടുക്കാം കേട്ടോ. നമ്മൾ ഇറക്കി വെക്കാൻ നേരത്തൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് തൂളി കൊടുത്താൽ മതി. അപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാലക്കാട് സൈഡ് മിക്ക കല്യാണ വീട്ടിലും ഈ ഒരു കായ്ച്ചാറുണ്ടാവും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നന്നായി തിളച്ചൊക്കെ വരുന്നുണ്ട്, നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ബിരിയാണി അതുപോലെ തന്നെ നെയ്ച്ചോറിനൊക്കെ. നമ്മുടെ ഈ പാലക്കാട് മിക്ക കല്യാണ വീടുകളിലും ഇതുണ്ടാവും. നമ്മൾ വീടുകളിലും ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കുന്ന സമയത്ത് ഇതെന്തായാലും നമ്മളിത് വെക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മൾ മട്ടൻ്റെ കൊഴുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിന് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇങ്ങനെ വെച്ചാലും നല്ല മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതും കൂടി വെക്കുമ്പോൾ ഒരു മട്ടൻ്റെ കൊഴുപ്പും കൂടി ഇടുമ്പോൾ വളരെ ടേസ്റ്റ് ഉണ്ടാവും. അതിന് പ്രത്യേകതരം മണമാണ് കേട്ടോ ആ കറിക്ക്. അപ്പോൾ നിങ്ങൾ മട്ടൻ ബിരിയാണിയൊക്കെ വയ്ക്കുമ്പോൾ കുറച്ച് കൊഴുപ്പൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക, നല്ല ടേസ്റ്റാണ്. നിറയെ ഒന്നും ഇട്ട് കൊടുക്കണ്ട, കുറച്ച് ഇങ്ങനെ ഒരു പിടിയുള്ള എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്, അസ്സലാമു അലൈക്കും.